അപ്പോൾ എങ്ങനെയാണ് ഒരു ചരട് കോർത്ത് വലിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചരടാണ്. ഇതേപോലുള്ള പോളിസ്റ്റർ ചരടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലൂടെ പലപ്പോഴും ഒരു നൂല് കടന്നു പോയിരിക്കും, കോട്ടൺ ആയിരിക്കും. അതുണ്ട് എന്നുണ്ടെങ്കിൽ ചരട് അധികരിച്ച കനമായിരിക്കും, നമുക്ക് കോർത്ത് വലിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, അതിനെ ഇതേപോലെ റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷെ ഈ ചരടിനുള്ളിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കോർത്ത് ജപിക്കാൻ ആദ്യമായിട്ട് നമ്മൾ ഈ ഇതിന്റെ രണ്ട് എൻഡുകൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു കെട്ടിടുക. ഓക്കെ, കെട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് കുറച്ച് അകലം വിട്ടിട്ട് ഇവിടെ മുതൽ നമ്മൾ ജപിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഇത് ജപിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് കോർത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്, അതായത് നമ്മളിത് കൊരുക്കാനാണ് പഠിക്കുന്നത്. പിന്നെ ഇങ്ങനെ കൊരുക്കുമ്പോൾ മന്ത്രം കൂടി ജപിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു വിശേഷ സിദ്ധി വരുന്നതാണ്. അപ്പൊ കെട്ടാനുള്ള ഒരു ഭാഗം ഇത്രയെങ്കിലും നമ്മൾ കെട്ടാൻ വേണ്ടി മാറ്റിയിട്ടതിന് ശേഷം ഈ ബാലൻസ് വരുന്ന നൂലിന്റെ ഭാഗത്തുള്ള നൂല് ഇങ്ങനെ പിടിക്കുക. അതായത് ഇത് മുകൾ ഭാഗത്തിലൂടെയാണ് നമ്മൾ വയ്ക്കേണ്ടത്. വെച്ചിട്ട് അവിടെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തിന്റെ അടിയിലൂടെ നമ്മൾ ഇതിനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. ശേഷം ഇതിനെ ഒന്ന് താഴേക്ക് ഉയർത്തി വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഇതിനെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് കോർത്ത് വലിക്കാവുന്നതാണ്. ഇനി അങ്ങനെയല്ല, കോർത്ത് വലിച്ചു കഴിഞ്ഞതിന് ശേഷം മന്ത്രം ജപിച്ച് പൂജിച്ചാലും മതിയാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് കോർത്ത് വലിക്കുന്നത്. ഇതിന്റെ അവസാനം ഈ ചരടിന്റെ രൂപം നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഇതിന്റെ ഉള്ളിലൂടെയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ വേണം ഇങ്ങനെ എടുക്കാൻ. മന്ത്രം, അഘോരമന്ത്രം, നരസിംഹമന്ത്രം, ഇങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ ചരട് ജപിക്കുന്നതിന്, ബാധാദോഷമൊക്കെ ഒഴിഞ്ഞ് മാറുന്നതിനും കൺദോഷമൊക്കെ മാറുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. ഒരുപാട് മന്ത്രങ്ങളുണ്ട്. എന്നിരുന്നാലും ബാധാദോഷങ്ങളൊക്കെ നീങ്ങുന്നതിന് അഘോരമന്ത്രം ഏറ്റവും ഉത്തമമാണ്, ഒരു ശൈവമന്ത്രമാണ്. വൈഷ്ണവ മന്ത്രം വേണം എന്നുള്ളവർക്ക് നരസിംഹ മന്ത്രം ചാനലിൽ ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ നമുക്ക് ഇത് ജപിക്കാവുന്നതാണ്. ഒന്ന്, നമുക്കിതുപോലെ ജപിച്ചതിന് ശേഷം ഒരു ഇലയിലോ മറ്റോ വെച്ചിട്ട് മറ്റു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ജപിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് രണ്ടും ഏതാണ്ട് കെട്ടാൻ പാകമായിട്ടുണ്ട്, നീളം തുല്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് ചെയ്യേണ്ടത് ഈ എൻഡ് പോർഷന് ഇതിന്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇത് മുറുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ജപിച്ച ചരട് അല്ലെങ്കിൽ കോർത്ത് വലിച്ച ചരട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ ഇരിക്കുക.